കുമ്പനാട് എസ്റ്റേറ്റിൻ്റെ തന്നെ മറ്റൊരു ഭാഗമാണ് തേയില കൃഷി. മഴയുള്ള സമയത്ത് തേയില എസ്റ്റേറ്റുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന അങ്ങേയറ്റം സൂക്ഷിച്ച് വേണം. കാരണം ഒരു ജാതി അട്ടകളുണ്ട്, നമ്മുടെ രക്തം മൊത്തം ഊറ്റിയെടുക്കുന്ന സാധനം. അത് മഴയായിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ അട്ടഹാസമാണ്. ഇവരുടെ ഈ എസ്റ്റേറ്റിലുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്നാൽ മിക്കവാറും തേയില എസ്റ്റേറ്റുകൾ ആ സാധനം ഉള്ളതാണ്, എല്ലാവർക്കും അറിയാം, പോയിട്ടുള്ളവർക്ക് എല്ലാം അറിയാം. അവൻ വന്ന് ഉള്ള ചോരയിൽ നമ്മുടെ ഊറ്റിയെടുക്കുകയും ചെയ്യും. കുടിച്ച് അവന് സ്വമേധയെ വേണ്ട വയറ് നിറയുമ്പോഴേ അവൻ പിടുത്തം വിട്ട് പോവുകയുള്ളൂ. പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു 5-8 മിനിറ്റിലേക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ വാർന്നൊഴുകിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്, മഴക്കാലത്ത് തേയില എസ്റ്റേറ്റ് മേഖലയിൽ നമ്മൾ പ്രവേശിക്കുന്ന അങ്ങേയറ്റം സൂക്ഷിച്ച് വേണം. ഇപ്പം വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ബുള്ളറ്റേൽ ഈ എസ്റ്റേറ്റിലെ മാനേജറാണെന്ന് പറഞ്ഞ ഒരാൾ വന്നു. ആൾ ചോദിച്ചു എന്തെടുക്കുക ഇവിടെ, ആരോട് ചോദിച്ചിട്ടാണ് എടുക്കുന്നത്, പെർമിഷൻ മേടിച്ചോ എന്നൊക്കെ. ഞാൻ പറഞ്ഞു സാറേ 100 രൂപ മുടക്കി ഗേറ്റ് പാസ് എല്ലാം മേടിച്ച കാര്യം പറഞ്ഞിട്ടാണ് വന്നത്. എന്താ ഞങ്ങളുടെ ഈ എസ്റ്റേറ്റ് എടുക്കാനായിട്ട് എന്താണ് നിങ്ങൾക്ക് പ്രചോദനം, എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇവിടെ അടുത്ത് ഈ ഡാം എടുക്കാൻ വന്നു, തെന്മല ഡാം അതിൻ്റെ അടുത്ത് തന്നെയാണ്, അത് എടുക്കാൻ വന്ന കൂട്ടത്തിൽ ഇന്ന് ഈ എസ്റ്റേറ്റിലൊന്ന് കയറിയേക്കാം എന്ന് കരുതി വന്നതാണ് എന്ന് പറഞ്ഞു. ഓ ആയിക്കോട്ടെ, ശരി, സന്തോഷം. എന്താ ഏതാണ് ചാനൽ, എപ്പോഴാണ് ഇത് സംപ്രേഷണം ചെയ്യുക എന്നൊക്കെ അദ്ദേഹം അന്വേഷിച്ചു. അദ്ദേഹത്തിൻ്റെ ബംഗ്ലാവിലേക്ക് മടങ്ങി. അദ്ദേഹത്തിൻ്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചു. മാർത്താണ്ഡം സ്വദേശി എന്നാണ് മാനേജർ പറഞ്ഞത്. എന്തായാലും പ്രോഗ്രാം കണ്ടോളാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വനത്തിൻ്റെ അതിമനോഹര ഭംഗിയുള്ള ഒരു ദൃശ്യമാണ് ദീപം FIS ചാനലിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്ന വനം നിങ്ങൾക്ക് വലിയ ഒരു ഭീകരത തരണം എന്നില്ല, പക്ഷേ ഇതിനേക്കാൾ എത്രയോ ഭീകരമാണ് നമ്മുടെ ശബരിമല സ്ഥിതി ചെയ്യുന്ന വനം. എന്നാൽ നമ്മൾ വളരെ ഭക്തിയോടെ ആദ്യമായിട്ട് മാലയണിഞ്ഞ് 18 പടി ചവിട്ടി ഇരുമുടി കെട്ടുമായി സന്നിധാനത്തെത്തുന്ന ആ സ്വാമിമാർ സന്നിധാനം എത്താറാകുമ്പോഴത്തെ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ സത്യത്തിൽ അന്തം വിട്ടുപോകും. അതുപോലെ ഒരു അത്ഭുതമാണ്. അവിടെ വാർക്ക കെട്ടിടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുക. അതും പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിലാണ് നമ്മൾ മലയവിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഭയങ്കര സിറ്റിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്നാൽ ഈ കാണുന്ന വനമല്ല, ഇതൊന്നുമല്ല. ഇതിനേക്കാൾ എത്രയോ നിഗൂഢമായ വനമാണ് ശബരിമലയിൽ, പത്തനംതിട്ട ജില്ല ശബരിമലയിലെ വനം. ആ വനത്തിൻ്റെ അതിൻ്റെ മറ്റേ സൈഡ് അല്ലെങ്കിൽ അങ്ങേ വശം എന്ന് പറയും തമിഴ്നാടായിട്ട് വരും. ഇടുക്കി ജില്ലയുടെ ഒരു സൈഡ് തമിഴ്നാടാണല്ലോ. ഇത് ഇടുക്കിയല്ല, ഇത് കൊല്ലം ജില്ലയാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇതിൻ്റെ ആ കാര്യ ഗൗരവം പറയുകയാണ്. ഇത് ഇത്രയും മനോഹരമായ ഈ പ്രദേശം എന്നൊക്കെ പറയുന്നത്, ഇവിടെ നമ്മൾ വികസനം എന്ന പേരിൽ നിന്ന് മനുഷ്യൻ കയറി എല്ലാം വേണം, വികസനം വേണം, ആവശ്യമാണ്. മനുഷ്യൻ ജീവിക്കണം, മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും ജീവനും അപകടം ഒന്നും ഉണ്ടാവരുത്. പക്ഷേ എന്ന് കരുതി നമ്മൾ ഇത്തരം അതിമനോഹരമായ പ്രകൃതി ഭംഗിയുള്ള പ്രദേശങ്ങളൊക്കെ വികസനത്തിൻ്റെ പേരിൽ നശിപ്പിക്കുക എന്ന് പറയുന്നത് അത് സത്യത്തിൽ നമ്മുടെ പിൻതലമുറക്കാരോട് നമ്മൾ ചെയ്യുന്ന ഒരു അനീതിയാണെന്നേ ഞാൻ പറയുന്നുള്ളൂ. സത്യത്തിൽ ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്ത് നിൽക്കുന്ന പ്രദേശത്ത് ഒരു മനുഷ്യനില്ല, യാതൊരു മനുഷ്യനില്ല, ഒരു ഇല പോലും ചലിക്കുന്നില്ല. അത്രയ്ക്കും നിശബ്ദമാണ്, വെരി സൈലൻറ്റ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. തണുപ്പുണ്ട്, എന്നാലും പറയത്തക്ക ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ എന്ന് പറയുന്ന പ്രദേശത്ത് തണുപ്പ് പോലെ തണുപ്പിൻ്റെ അത്രയും തണുപ്പൊന്നുമില്ല. തണുപ്പുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റുകയില്ല. കോടമഞ്ഞ് ചൂടി അതിസുന്ദരിയായിട്ട് നിൽക്കുകയാണ് കൊല്ലം ജില്ലയിലെ ഈ മലനിരകൾ. സത്യത്തിൽ ഇവിടെ നിന്ന് എനിക്ക് പോകാൻ തോന്നുന്നില്ല. അത്രയ്ക്കും പ്രകൃതി ഭംഗിയും ഇവിടുത്തെ ഒരു അന്തരീക്ഷവും. പുക നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പൊല്യൂഷൻ, പുകയുടെ ഉപദ്രവം, ഒച്ചപ്പാടും, വാഹനങ്ങളുടെ ഒച്ചപ്പാടും ബഹളവും. ഇവിടെ യാതൊന്നുമില്ല. ഞാൻ ഈ സംസാരിക്കുന്ന സംഭാഷണത്തിൻ്റെ സൗണ്ട് അല്ലാതെ മറ്റ് യാതൊരു ചെറിയ ഇല പോലും ഇവിടെ ചലിച്ച് കാണുന്നില്ല. അത്രയ്ക്കും സൈലൻസാണ്, വളരെ മനോഹരവുമാണ്. തൽക്കാലം ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഒരിക്കൽ കൂടി ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഓരോരുത്തരോടും അപേക്ഷിക്കുകയാണ്, എൻ്റെ ചാനൽ പരിപാടി കാണുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ തരുന്ന ലൈക്കും ഷെയറും സബ്സ്ക്രൈബറാണ് ഞങ്ങൾക്ക് ഒരു ഉത്തേജനം മരുന്ന്. ആ ഉത്തേജനം നിങ്ങൾ നിർബന്ധമായി തരിക തന്നെ വേണം. ഇത് ഞങ്ങളുടെ അവകാശം ആണ്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ കണ്ടിട്ട് ചുമ്മാ കടന്നു പോകരുത്. തീർച്ചയായിട്ടും പരിപാടികൾ കാണുക, ആസ്വദിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, മാന്യമായ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക. ഈ ചാനലിൽ
കോടമഞ്ഞ് മൂടി നിൽക്കുന്ന ഈ മലനിരകളിൽ നിന്നുള്ള ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.